എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾ സ്നാപ്പ് വഴി ഏത് രീതി സ്നാപ്പ് വഴി ഇവന്റെ നഗ്നമായ ശരീരങ്ങൾ പലർക്കും അയച്ചു കൊടുക്കാണ്ട്. അതുപോലെ നീ തിരിച്ചെന്താ അയച്ചതെന്ന് എനിക്കറിയത്തില്ല. എടാ, എനിക്ക് കഷ്ടപ്പെടാനും ഓടി നടക്കാനൊന്നും കുഴപ്പമില്ല, പക്ഷെ കുട്ടീനെന്താക്കും, അതാണ് ടാസ്ക്. നീ ലല്ലുവിന്റെ കൂടെ പോകുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള ബന്ധമുണ്ട്. പല രീതി മീൻസ് എന്നെ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയ സമയത്ത് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് പേടിയായി പോയി. ആ ഒരു സമയത്ത് ഒരു ദിവസം ഇവിടെ അർമാതി എന്നിട്ട് റൂം കൂട്ടിയിട്ട് നിങ്ങൾ തമ്മിൽ ശരിയല്ല ആ ബന്ധം, മനസ്സിലായോ? നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയരുത്. നിങ്ങൾ തമ്മിൽ വേറെ സെറ്റപ്പ് ആണ്. മൂന്നാറിൽ വെച്ചിട്ട് അവളെ ഇതുപോലെ വേറൊരു അഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച സമയത്ത് പോലും സഫ ഇപ്പോൾ ലല്ലുവായിട്ട് ബന്ധമുണ്ട്. സഫ ഇപ്പം മെഹനാസിന്റെ കൂടെ അല്ല. ഇതെന്റെ ഫ്രണ്ട് എടുത്തുന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. വരെ മാനു എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചതാ. നിന്റെ കാല് പിടിക്കാം, എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനാവുന്നില്ല. അല്ല, ഈ മെഹനാസ് തന്നെയല്ലേ പറഞ്ഞത് തന്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി പോയി എന്ന്? ആ മെഹനാസ് തന്നെ വന്ന് ഇപ്പൊ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ അവിടെ ആരുടെ കയ്യിലായിരിക്കും തെറ്റ്? ഇനി തെറ്റിദ്ധരിച്ചതാണോ എന്നുകൂടി സംശയിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അക്കാര്യത്തിൽ സഭ തീർത്തും നിരപരാധിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ലല്ലുവിനെ കുറിച്ച് എല്ലാം അറിയാമായിരുന്ന സഭ, അതായത് ഫസ്മിനയുടെ കൂട്ടുകാരിയായിരുന്ന സമയത്ത് ലല്ലുവിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച സഭ, ആ സഭ തന്നെ ലല്ലുവിനെ വീട്ടിൽ കയറ്റിയെങ്കിൽ അതെന്തുകൊണ്ട് അവിഹിതമാണോ എന്ന് സംശയിച്ചുകൂടാ? ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു ആ വീഡിയോ. അതായത് സോഷ്യൽ മീഡിയയിൽ സഭ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വീഡിയോ. ഫസ്മിനെ എൻ്റെ പേര് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ താമസിക്കുന്നത് എടയപുരം ആലുവയിലാണ്. ഇത്താടെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട വീഡിയോ, അന്നിട്ട വീഡിയോ, അതായത് ഇവിടെ തെളിവ് കാണിക്കുന്ന വീഡിയോ. എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി നടക്കുന്ന ലല്ലുടെയും സഫയുടെയും കൊളാജ് ഇട്ടേക്കുന്ന വീഡിയോ ഉള്ള സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. സഫ താമസിക്കുന്നത് എടയപുരം ജംഗ്ഷനിൽ ലബോറട്ടറിയുടെ മുകളിൽ ഫ്ലാറ്റിലാണ്. ഞാൻ മിക്കപ്പോഴും കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ കാണാറുണ്ട് അവരെ. അങ്ങനെ ഒരു ഞാൻ ജംഗ്ഷൻ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പം ആ ഗ്രില്ലിട്ടേക്കുന്ന കടയുടെ മുമ്പിൽ ഞാൻ ലല്ലുവിനെ കണ്ടതാണ്. ഇത് ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനായി രീതിയിൽ താഴോട്ട് നോക്കിയിരുന്നു നിന്നത്. മേ ബി ആരെങ്കിലും കണ്ടാലോ എന്ന് ഓർത്തിട്ടാവും. എന്നിട്ട് കുറച്ച് മുമ്പിലോട്ട് പോയപ്പോഴാണ് സഫ കാറിൽ നിന്ന് ഇറങ്ങി സാധനങ്ങൾ ഇറക്കുന്നത് കണ്ടത്. എനിക്കിത് തന്നോട് അന്നേ പറയണമെന്നുണ്ടായി. പിന്നെ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതാ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ഓർത്തിട്ട്. സോ ഇത് കണ്ട ആൾക്കാരുണ്ട് സഫ. കാണുന്നവർക്ക് കണ്ണുപൊട്ടനല്ല ആൾക്കാർ, മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ പിന്നെ അത് കള്ളമാണ്, ഞാൻ ഒളിച്ചോടിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സഭ അതിനുള്ള തെളിവും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സഭ ആ സമയത്ത് പറഞ്ഞിരുന്നത് ലല്ലുവുമായിട്ട് ഒരു അടുപ്പവും ഇല്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ആ വീഡിയോയിൽ ലല്ലു ഇല്ലെങ്കിലും തൊട്ടപ്പുറത്ത് തന്നെ ലല്ലു ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഫസ്മിന് നൽകിയ വീഡിയോ. അതായത് ഫസ്മിന സഭ താമസിക്കുന്നിടത്ത് പോവുകയും അവിടെ സഭ കാറിൽ കയറുന്ന ആ സ്ഥലവും അവിടെ ലല്ലു നിൽക്കുന്ന കടയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഫസ്മിന പറയുന്നത് ലല്ലു അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ലല്ലു ഉണ്ടായിരുന്നു. അവിടെ പലരും കാണുമെന്ന് വിചാരിച്ചാണ് ലല്ലുവിനെ തൊട്ടടുത്തുള്ള കടയ്ക്ക് മുന്നിൽ നിർത്തുകയായിരുന്നു എന്നാണ് ഫസ്മിന പറയുന്നത്. ഇതെന്റെ ഫ്രണ്ട് എടുത്തുന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി. ഇതാണ് ആ ഗ്രില്ല്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഗ്രില്ലുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെയാണ് ലല്ലു നിന്നത്. ലല്ലു ഇവിടെ നിന്നിട്ട് ഇനി ലബോറട്ടറിയിലോട്ടുള്ള ദൂരം നമുക്ക് കാണാം. ഇവളുടെ വീടിന് അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിന്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി, മനസ്സിലാവുന്നുണ്ടോ? ഇനി വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. അപ്പൊ എന്തിനും നീ മോളെ ലല്ലുവിനെ അവിടെ നിർത്തി, എന്തിനും അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ലബോറട്ടറിയിലോട്ട് നീയും നിന്റെ ഡ്രൈവറും മാത്രം ഒറ്റയ്ക്ക് വന്നു? എടാ, എനിക്ക് കഷ്ടപ്പെടാനും ഓടി നടക്കാനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ കുട്ടീനെന്താക്കും, അതാണ് ടാസ്ക്. അവന്റെ ഷഡ്ഡി വരെ അവിടെ അലക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡ്രസ്സ് ലല്ലുവിന്റെ അല്ലെന്ന് നീ പറയുകയാണെങ്കിൽ ലല്ലുവിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കുക. എന്താ മോളെ ഞാൻ എന്നെ വിളിക്കുക? ഈ റമദാൻ മാസത്തിൽ ഞാൻ എന്താടി എന്നെ വിളിക്കുക? ഇത്രയും വൃത്തിയായിട്ട് ഒരു പെണ്ണ്, എന്റെ റബ്ബെ, റമദാനിൽ എനിക്ക് ഇങ്ങനെ നാവെടുത്ത ഇങ്ങനെ കള്ളം പറയുന്നത് മനസ്സിലായ? ഇമാതിരി വിളിച്ചു പോകരുത്. അതായത് ലല്ലുവിനെ മാറ്റി നിർത്തിയാണ് സഭ ഈ കളിയെല്ലാം കളിച്ചതെന്നാണ് ഫസ്മിന പറയുന്നത്. ഇവിടെ ഫസ്മിന പറയുന്നതിൽ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ലല്ലു വന്നിട്ടുണ്ടെന്നും ലല്ലുവും സഭയുമായിട്ട് ബന്ധമുണ്ടെന്നും പിന്നീട് സഭ തന്നെ പറയുന്നുണ്ട്. ലല്ലു കോൺടാക്ട് ചെയ്യാം മീൻസ് ഇങ്ങനെ റൂമർ ഇറങ്ങിയപ്പോൾ കേസ് കൊടുക്കണ അങ്ങോട്ട് കൂടെ സംസാരിക്കാറുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഫസി അതിന് ശേഷം കോൺടാക്ട് ചെയ്തോ? ഫസി കോള് വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. മെസ്സേജുകൾ ഒരുപാട് തെറികളും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്. ഇതാണ് ബോയ് ഫ്രണ്ടിന്റെ വീഡിയോ. ഇതെനിക്ക് അയച്ചു തന്നിട്ട് വാവായിട്ടുണ്ട്, എടി ഉളുപ്പുണ്ടോടി, എത്ര പേരുടെ കൂടെ കിടന്നു, ഇതുപോലെ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോഴുള്ള ക്യാരക്ടർ എനിക്ക് ഇപ്പോൾ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് സംസാരിക്കാൻ അത്ര താല്പര്യമില്ല. അതുപോലത്തെ ചാറ്റും വായിന്ന് വരുന്നത് അമ്മാതിരി വാക്കുകളാണ് വരുന്നത്. ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെണ്ണിനോട് എങ്ങനെ ജീവിക്കാൻ തന്നെ ഞാൻ ചിന്തിച്ചു വിട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു വക ക്യാരക്ടർ, ഇതുപോലത്തെ സ്വഭാവമുള്ള ക്യാരക്ടറുള്ള പെണ്ണിനെ കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ക്യാരക്ടർ. കാരണം ഞാനിപ്പോ സൈബറിൽ കേസ് കൊടുത്തു, എന്നെ പറ്റി ഇനി വീഡിയോസ് ഒന്നും ഇടരുത് എന്ന് പറഞ്ഞ് സൈബറിൽ കേസ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് വരെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ സഭ ഫസ്മിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. തന്നെ ഫസ്മിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് തൻ്റെ പഴയ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള വീഡിയോ പുറത്ത് വിടണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് സഭ തന്നെ പറയുന്നുണ്ട്. അതിന് സഭ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിൻ്റെ പരമായിട്ട് ഒക്കെ ചെയ്യുന്ന ഫസ്മിനെ തന്നെ
ഫസ്മിനയുടെ വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ട കാര്യം തൻ്റെ മുൻ ഭർത്താവിനെ തൻ്റെ കൂട്ടുകാരി കൊണ്ടുപോയി എന്ന ലെവലിലാണ് ഫസ്മിന സംസാരിക്കുന്നത്. എവിഡൻസ് ഒക്കെ അവളെടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അവളുടെ വീഡിയോക്കകത്ത്. അവർക്ക് മെസ്സേജ് ഇവർക്ക് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നു ബ്രോ, ഒരു കാര്യം വിട്ടെ, ഇവളിനെ ഞാൻ ഇത് ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് മീറ്റ് ചെയ്തപ്പോ ഞാൻ നല്ലപോലെ ഒന്നായിട്ട് മീറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ നീ വീഡിയോ ഇട്ടിട്ട് എനിക്ക് എന്റെ കൂടെ വന്നിരിക്കുകയാണോ, എന്ത് ഫുള്ള് സ്ക്രിപ്റ്റ് ആയിരുന്നോ എന്നൊക്കെ ഞാൻ വെറുതെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ചോദിച്ചു, ക്യാമറയോട് വെച്ചിട്ട് ചോദിച്ചു. അതിൽ അവളെന്നെ പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന്. അവളെന്നെ പറഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ആ സാധനം ഡേറ്റും പിന്നെ നമ്മളതിന് കാണാനല്ലേ നമ്മൾ എവിടെയാണ് കാണുന്നത്. അപ്പൊ ബാംഗ്ലൂർ ഉണ്ടായിരുന്നത് താമസിച്ച ഡേറ്റ്. പിന്നെ ബ്രോഡ് വീഡിയോയിൽ അവളിന് കമന്റ് ഇട്ടിരിക്കണേ എന്ത് ഞാന് ബ്രോക്ക് അറിയോ ഇത് എന്നെടുത്ത വീഡിയോ ആണ് എന്നൊക്കെ എന്തൊക്കെ ചോദിച്ചു കമന്റ് ഇട്ടിരിക്കണേ. അപ്പൊ ഞാനിപ്പോ കുറെ മുൻപ് മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാനിപ്പോ കേസിന്റെ രൂപം ഞാൻ അന്ന് ഫോളോ ചെയ്തിട്ട് പിന്നെ മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ വേണ്ട, കേസിന്റെ വഴിക്ക് പോവില്ലേ, അപ്പോ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കേസ് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന അവള് വീട് നവംബറിലാണ്. എനിക്ക് അഗേൻസ്റ്റ് ഒരു വീട് നവംബർ മുതൽ വീഡിയോ ഇടുന്ന മുതൽ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ. അതിന് മുൻപ് എനിക്ക് അതിന് അന്ന് മുതൽ ഡിസംബർ വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ ടൈമിൽ ഞാൻ അവളുമ്പടി അവള് വേറെ റൂമിൽ നിന്ന് വീഡിയോ ചെയ്യും, ഞാൻ അപ്പുറത്ത് നിൽക്കും. പിന്നെ ലൈവ് ഇടാൻ പറഞ്ഞത് അവള് പറഞ്ഞിട്ടാണ് ലൈവ് ഇടണേ. എവിഡൻസ് ഇല്ലാതെ ഞാൻ ഇപ്പൊ ഈ വാതിരാത്രിക്ക് ബ്ലോക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, മനസ്സിലായ? പക്ഷെ ഇതിപ്പോ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് വരും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ ഇതിപ്പോ എനിക്കിപ്പോ വീട്ടില് പോലും ആകെ ഒരുമാതിരി സിറ്റുവേഷൻ. കാരണം ഇവൾക്ക് ബാങ്കാണ് പറയാ എന്ന് പറഞ്ഞിട്ടാണ് വീട് ചെയ്യണേ. പിന്നെ അതേമാതിരി വേറെ ആൾക്ക് ഇപ്പൊ മറ്റേ എന്താ പറയുന്നേ, അതായത് അവരുടെ ഒളിച്ചോട്ടം സത്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഫസ്മിന സംസാരിച്ചു വെക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഫസ്മിന ആ വീഡിയോയും പുറത്തു വിട്ടത്. ആ ഒരു ദേഷ്യത്തിൽ ആരായാലും ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയതല്ലേ, ഇനി ആരുമായിട്ട് ഒളിച്ചോടിപ്പോയാലും എന്താണ് എന്ന് ഫസ്മിന തീരുമാനിക്കേണ്ടതായിരുന്നു. അവിടെ ഫസ്മിന സഭയ്ക്കേറെ ഉപയോഗിച്ച വാക്കുകൾ, അതിനെ തുടർന്നാണ് സഭ ലല്ലുവുമായിട്ട് കൂടുതൽ അടുത്തതെന്നും സഭ തന്നെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരാൾക്കും കഴിഞ്ഞു പോകാൻ കഴിയത്തില്ല എന്ന് സഭ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് കുറേ തെളിവുകൾ നൽകുന്നുണ്ട്. അതായത് ഫസ്മിന ഉപയോഗിച്ച വാക്കുകൾ, ചാറ്റുകൾ, വോയിസുകൾ, അതെല്ലാം ഇപ്പോൾ സഭ പുറത്തു വിട്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. സഫയും ബോയ് ഫ്രണ്ടും ആയിട്ടുള്ള വീഡിയോ വൈറലായി. ഇതെനിക്ക് അയച്ചു തന്നിട്ട് വാവായിട്ടുണ്ട്, എടി ഉളുപ്പുണ്ടോടി, എത്ര പേരെ കൂടെ കിടന്നു, ഇതുപോലെ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നതാണ്. ഇതൊക്കെ ഫസ്മിന സഫയ്ക്ക് അയക്കുന്ന മെസ്സേജ് ആണല്ലേ? കുടുംബം പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കട്ടാ. ലൈഫ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും, പക്ഷെ അത് നമ്മളത് ടൈറ്റാക്കി പിടിക്കണമെങ്കിൽ കുറച്ച് പാടാം. മാക്സിമം നോക്ക്, നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് രണ്ടാളും കൂടി മനസ്സിലാക്കിയിട്ട് ഹാപ്പി ആയിട്ട് വാ. കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് 14 ഒക്ടോബറിനാണ്. 14 ഒക്ടോബറിന് അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കാണിക്കാം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പേഴ്സണലി വല്ല ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് പുറത്തറിയരുത് കേട്ടോ. കാരണം എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കുവാണ് കുറേ എണ്ണങ്ങൾ. എനിക്ക് അനുഭവം ഉള്ളതാ. പിന്നെ പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചെറിയ കശവിശമൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഞാൻ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ആക്കിയേക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം. അപ്പം ഞാൻ ചോദിച്ചാൽ നീ എന്താ അങ്ങനെ പറഞ്ഞേ? യൂട്യൂബിൽ നിന്റെ ഷോർട്സ് വന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിച്ചുള്ള വീഡിയോസ് ഇട്ടതല്ലേ, പിന്നെ നിങ്ങൾ അൺഫോളോ ആക്കുന്ന കൊളാബ് കളയുന്നത്, അതൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കറിയാം, ഇൻഷാല്ലാ റെഡിയാവും. ഒരു കൂട്ടുകാരിയോട് കൊടുക്കേണ്ട ഉപദേശം തന്നെയാണ്, ശരിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഉപദേശം. എന്തായാലും ഇപ്പം ഞാൻ ആലോചിക്കാണ്, പാർട്ട്നേഴ്സ് ആകുമ്പോൾ ചെറിയ കശവിശം ഉണ്ടാവുമെന്ന് അവള് തന്നെ പറഞ്ഞിട്ട് പാർട്ട്ണറിനെ കൊണ്ട് അവളങ്ങ് പോയി. എന്താണ് സ്വന്തം പാർട്ട്ണറായിട്ട് കശവിശ തീർക്കാണ്ടിരുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അവൾ പറയുകയാണ്, ഞാൻ നല്ലതിനെ പറയൂ, നീ ഹേർട്ട് ആവാണ്ടിരിക്കാൻ. പേഴ്സണലി നിന്നെ അറിയില്ലെങ്കിലും ഒരു പാവാണ് നീ. ഒച്ചോട്ടോ, ഞാൻ പാവാന്ന് പറഞ്ഞല്ലോടാ കുട്ടാ നീ. ഞാൻ താങ്ക് യു പറഞ്ഞു. ഓക്കെ, വളരെ നല്ലൊരു കൂട്ടുകാരിയാണ്. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, ഇനി ഇതിലും കൂടുതൽ എനിക്ക് വേണ്ടി സഫ ചാവാൻ വരെ റെഡി ആയിരുന്നു. എനിക്ക് വേണ്ടി സഫ ചിലപ്പം അമ്പിളിയമ്മാവിനെ വരെ എനിക്ക് വേണേൽ പറിച്ചോണ്ട് തരും. ആ അവസ്ഥയിലായിരുന്നു സഫ എന്നെ സ്നേഹിച്ചിരുന്നത്. ആ സ്നേഹം കൊണ്ടാണ് എൻ്റെ പ്രിയതമനെ കൊണ്ടുപോയത്. അതുകൊണ്ടായിരിക്കും. 27 ഒക്ടോബറിന് വന്ന മെസ്സേജാണ്, ഞാൻ ഇന്നലെ നിന്നെ ഡ്രീമിൽ കണ്ടു. എന്താ കണ്ടേ? നീ ചെറുതായിട്ട് പ്രഗ്നന്റ് ആണ്. വാവ്. എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാ, ബാ നമുക്ക് എവിടെയെങ്കിലും പോവാ. അപ്പൊ നീ പറഞ്ഞു നിനക്ക് മൂടില്ല. എന്നിട്ട് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ട്, നിന്നെ കാണിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ കൊച്ചിക്കൊക്കെ ഇറങ്ങുക. അപ്പം സ്വപ്നം കണ്ടു പുള്ളിക്കാരി എന്നെ. അത്രയും തീവ്രമായ അടുപ്പമുള്ള കൂട്ടുകാരിയാണ് എന്നെ സ്വപ്നം വരെ കാണാൻ തുടങ്ങി. അതില് ട്രിപ്പ് പോവാന്ന് അവള് പറയുന്നത്. ഞാൻ പ്രഗ്നന്റ് ആയത് സ്വപ്നം കണ്ടു കേട്ടോ. പ്രഗ്നന്റ് ആയി സ്വപ്നം കണ്ട് ട്രിപ്പ് പോവാന്ന്. അന്നേരം ട്രിപ്പ് പോയെങ്കിൽ അന്നേരം എൻ്റെ ഭർത്താവിനെ നിനക്ക് അന്നേരം ആ ട്രിപ്പിലൂടെ അങ്ങ് കൊണ്ടുപോയായിരുന്നു. അതായിരുന്നു കുറച്ചും കൂടെ അടിപൊളി. മൈൻഡ് കട്ടായി പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ കേസ് കൊടുത്തു.
അപ്പോൾ അവൾ ബി കൂൾ എന്നൊക്കെ പറഞ്ഞു. ബി കൂൾ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് എനിക്ക് സോൾവ് ആക്കണ്ട, അവൻ ഫ്രോഡാണ്. ആർ യു ഓക്കെ ദെൻ ഫൈൻ. ഫ്രോഡാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാം ഞാൻ കുറേ അറിഞ്ഞു. അപ്പോൾ അവൾക്ക് അറിയാം ഫ്രോഡാണെന്ന്, അവൾ കുറേ അറിഞ്ഞു. ഓക്കെ, ഇപ്പം പറഞ്ഞ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കട്ടാ. ലൈഫ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും. പക്ഷെ ഇത് നമ്മളത് ടൈറ്റാക്കി പിടിക്കണമെങ്കിൽ കുറച്ച് പാടാം. മാക്സിമം നോക്ക്. നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് രണ്ടാളും കൂടി മനസ്സിലാക്കിയിട്ട് ഹാപ്പി ആയിട്ട് വാ. ഇതിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതെന്ന് പറയുന്ന മേനാസ് ആണെന്നാണ് പറയുന്നത്. അതായത് ലല്ലുവുമായിട്ട് സംസാരിച്ചിരുന്നു, അതും തൻ്റെ ഡ്രൈവറിൻ്റെ കൂട്ടുകാരനാണ് ലല്ലു. ആ ഡ്രൈവർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗ് തൻ്റെ വീട്ടിൽ വെക്കുകയും അതിൽ ലല്ലുവിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്നും സഭ പറയുന്നുണ്ട്. ആ ബാഗിലുള്ള സാധനങ്ങളാണ് മേനാസ് പുറത്തെടുത്തതും സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലവിടെ പലരും സംശയം ഉന്നയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലല്ലുവിനെ വിമർശിച്ച സഭ തന്നെ ലല്ലുവിനെ വീട്ടിൽ കയറ്റി എന്നുള്ളത് തന്നെയാണ് സഭയ്ക്ക് കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ വിമർശനം. അതിന് കാരണവും മേഘനാസ് തന്നെയാണ്. മേഘനാസ് എടുത്ത ആ വീഡിയോ, അതായത് സഭയുടെ റൂമിൽ ലല്ലുവിൻ്റെ വസ്ത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കാണിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്. അതിൽ മേഘനാസ് തന്നെ പറയുന്നുണ്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, അവർ തമ്മിൽ ഒളിച്ചോടിയെന്ന്. പക്ഷേ അങ്ങനെയുള്ള മേഘനാസ് തന്നെ ഇപ്പം വന്ന് സഭയുടെ അടുത്ത് സോറി പറയുമ്പോൾ ഞാനെല്ലാം തിരിച്ചും മീഡിയയിലൂടെ തുറന്നു പറയാം, അതൊന്നും സത്യമല്ലായിരുന്നെന്ന്, നീ തിരിച്ചു വരൂ, നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം വിശ്വസിക്കണമെന്നുള്ളതും ആലോചിക്കേണ്ടതാണ്. അവിടെ അവരെ ഒളിച്ചോടിയെന്ന് പറഞ്ഞ കഥാപാത്രം തന്നെ ക്ഷമ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതായി പോവുകയാണ്. ഇനിയല്ല എല്ലാം മറന്ന് സ്വീകരിക്കാനാണോ എന്ന രീതിയിലും അറിയത്തില്ല. എന്തായാലും മെഹനാസ് സോറി പറഞ്ഞിട്ടുള്ള ചാറ്റും ഇപ്പോൾ സഭ പുറത്തുവിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോസ് ഒക്കെ മെഹനാസ് അയച്ചു കൊടുക്കാതെ കിട്ടില്ല. കാരണം ഇത് 3-4 വർഷം മുമ്പേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ എന്റെ പഴയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിലിട്ട കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ അക്കൗണ്ട് മാനുവിന്റെ നമ്പറിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ ഞാൻ തെളിവ് എടുത്തിട്ടുണ്ട്. മാനുവിന്റെ നമ്പറിലാണ് ആ അക്കൗണ്ട് ഇപ്പോൾ ഉള്ളത്. അപ്പൊ മാനു അറിയാണ്ട് ഒരിക്കലും ഇത് പുറത്തു പോകാൻ ചാൻസ് ഇല്ല, ഉറപ്പാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് എനിക്കിപ്പോ കൂടുതൽ ദേഷ്യവും കാര്യങ്ങളും ഇപ്പൊ അത്രക്ക് വന്നോണ്ടെങ്കിൽ ഇത്ര പുറകെ നടന്നു. ഇന്നലെ വരെ മാനു എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇന്നലെയും ചാറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് മെസ്സേജ്, നിന്റെ കാല് പിടിക്കുക, എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാനാവുന്നില്ല. 10:20 AM ഇന്ന് ടുഡേ എന്നയച്ച മെസ്സേജാ. ലാസ്റ്റ് മെസ്സേജ്, നിന്റെ കാല് പിടിക്കാൻ, നിങ്ങളെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം സഫയ്ക്ക് തിരിച്ച് ചോദിച്ചൂടെ? ഞാൻ ഒന്ന് റിപ്ലൈ കൊടുക്കാതെ നമ്മൾ കോർട്ട് കഴിഞ്ഞതാ. ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഒന്ന് ഞാൻ റിപ്ലൈ കൊടുത്തുള്ളതാ. കുറെ കരഞ്ഞി മോജി, ഇടയ്ക്ക് വോയിസ് അയക്കും. നീ നോക്കിക്കോടി, നിനക്ക് ഞാൻ ചെയ്യാൻ പോണ കളികൾ എന്താണെന്ന് അറിയാം. അതെല്ലാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അപ്പൊ ഡിലീറ്റ് ചെയ്യും. രണ്ടാളും കണക്കാം. മേനോ അതെ ഫസ്മിനെ അതെ അപ്പൊ ഡിലീറ്റ് ചെയ്യും. അപ്പൊ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ തെളിവ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഫസ്മിനെ ലല്ലുവിനെ കൊടുക്കാൻ വേണ്ടി സഭയെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം. അത് മേനാസും ഫസ്മിനെ വിളിച്ച് പറഞ്ഞിരുന്നു. നീ ഇനി ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, അത് ശരിയല്ല. സഭ പല രീതിയിൽ ലല്ലുവിനെ തെറി വിളിക്കുന്നുണ്ട്, അത് നീ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മെഹനാസ് ഫസ്മിനയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ അതൊക്കെ സത്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് സഭയും പറയുന്നത്. ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഫസ്മിനെയാണ് തന്നെ കൊണ്ട് ലല്ലുവിന് മെസ്സേജ് അയപ്പിച്ചതും. അതും ലല്ലുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇവിടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണെങ്കിലും ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ലല്ലുവും സഭയും കൂടുതൽ അടുത്തത് കൊണ്ട് തന്നെ ഫസ്മിനയ്ക്ക് ഏറെ പറയുകയാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഫസ്മിനെ എന്നാണ് ഇപ്പോൾ സഭ പറയുന്നത്. അതിനുള്ള ചാറ്റും ഇപ്പോൾ സഭ പുറത്തു വിട്ടിട്ടുണ്ട്. ഫസ്മിൻ എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്, കമന്റ് അടിപ്പിച്ചിട്ടുണ്ട്, സ്നാപ്പിൽ മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. അത് ലല്ലു റിട്ടേൺ എങ്ങനെയാണ് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവൾക്ക് അതൊരു വീഡിയോ ആയല്ലേ, അതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പം ലല്ലു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. സ്നാപ്പിൽ അങ്ങനെ റിപ്ലൈ തന്നിട്ടില്ല. നോർമലി അങ്ങനെ ഒരു സ്നാപ്പ് അയക്കുന്ന രീതിക്ക് അങ്ങനെയായിരുന്നു. എന്നെ കൊണ്ട് കമന്റ് അടിപ്പിച്ചിട്ടുണ്ട്. ലല്ലുടെ കമന്റ് ഇട്ടപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെന്താ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ സ്നാപ്പ് വഴി ഏത് രീതി സ്നാപ്പ് വഴി ഇവന്റെ നഗ്നമായ ശരീരങ്ങൾ പലർക്കും അയച്ചു കൊടുക്കാണ്ട്. അതുപോലെ നീ തിരിച്ചെന്താ അയച്ചതെന്ന് എനിക്കറിയത്തില്ല. സോ നിങ്ങൾ വഴി സ്നാപ്പിൽ നിങ്ങൾ എങ്ങനെ കണക്ട് ആയെന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് നീ മെസ്സേജ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കം വിത്ത് എ പ്രൂഫ്. അല്ലാണ്ട് വാ കൊണ്ട് കുണയ്ക്കാൻ നിൽക്കരുത്. എൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനം വളരെ മോശമായിരിക്കും സഫ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. കാരണം നീ ഇതല്ല അർഹിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം ചെറ്റ വർത്താനാണ് അർഹിക്കുന്നത്. പക്ഷെ ഞാൻ ചില പ്രത്യേക കാരണങ്ങളാൽ ഞാൻ മാനിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം നടന്നതിന് ശേഷം, ഇങ്ങനെ ന്യൂസ് വന്നതിന് ശേഷം ലല്ലുവോ ഫസിയോ കോൺടാക്ട് ചെയ്തോ? അതിനുശേഷം ഇല്ല, ലല്ലുവിന് അതിനിടയ്ക്ക് എനിക്ക് കമ്പനി ഉണ്ട്. ഈ ഊബർ ഡ്രൈവറുടെ ഫ്രണ്ടാണ് ലല്ലു, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കമ്പനി ഉണ്ട്. പിന്നെ എഗ്രിമെന്റ് നമ്മൾ ഒരുമിച്ച് എഴുതാൻ പോയായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെയാണ് ഈ റൂമർ ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യലുണ്ട്. അപ്പൊ സഫയിൽ ആദ്യം പറഞ്ഞത് സഫയ്ക്ക് ലല്ലോട്ട് ഒരു കോൺടാക്ട് ഇല്ല, ലല്ലുവിന് അറിയോടി എന്നെ ഒട്ടും കോൺടാക്ട് ഇല്ല. ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം കോൺടാക്ട് ഉണ്ട്. അയ്യോ, ഫ്രണ്ട് എന്ന് വെച്ചാൽ പേഴ്സണലി അറിയുന്ന ഫ്രണ്ട് അല്ല. എന്നെ പലവട്ടം കൊച്ചിയിൽ വന്നിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ ലുലുവിൽ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടായിട്ട് റീൽ ഇട്ടപ്പോഴത്തേക്കും അയ്യോ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല, ഞാനും വന്നതല്ല, ഞാൻ കൊച്ചിയുടെ തൊട്ടടുത്താണെന്ന്, ഞാൻ ലുലുവിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ്. പിന്നെ ഞാൻ ഇമാതിരി വള്ളി കേസ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഇൻസ്റ്റയിൽ പരിചയപ്പെടുന്നവരൊന്നും ഞാൻ ഡയറക്റ്റ് നേരിട്ട് കാണാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ യുവതിനെ കാണാൻ പോയില്ല.
സോ പേഴ്സണലി അറിയില്ല നീ പറയരുത്, കാരണം നീ ഘോരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. ജയ് ഫസി ജയ്, നീ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം, നീ പ്രതികരിക്ക്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രതികരിക്കും എന്ന് പറഞ്ഞ യുവതിയാണ് ഇപ്പോൾ ഡയലോഗ് അടിക്കുന്നത്. അയ്യോ പേഴ്സണലി അറിയില്ല. ഇവിടെയൊക്കെ സഭ തീർത്തും പറയുന്നത് ലല്ലുവുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല. ലല്ലു ഞാനും പരിചയപ്പെടുന്നത് തന്നെ ഡ്രൈവറിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് തന്നെയാണ്. പിന്നീട് കേസിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലല്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞാനും എൻ്റെ കുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒളിച്ചോട്ടം ആരുടെ തിരക്കഥയായിരിക്കണം? അവിടെയൊക്കെ ഒളിച്ചോട്ടം അല്ലെങ്കിലും ഇവർ തമ്മിൽ കാണാറുണ്ട് എന്ന് തെളിയിക്കുന്നത് ലല്ലു തന്നെയാണ് ഒരു ലൈവിലൂടെ പുറത്തുവിട്ടത്. അതിനുശേഷമാണ് പലരും അതിനെ ഏറ്റുപിടിച്ച് ലല്ലുവും സഭയും അടുപ്പത്തിലാണ് എന്ന് വരുത്തി തീർത്തത്. അവിടെ അതിന് മുഖ്യമായിട്ടുള്ള പങ്ക് മുൻ ഭർത്താവിനാണ്, അതുപോലെ തന്നെ ലല്ലുവിൻ്റെ മുൻ ഭാര്യയ്ക്കുമാണ്. എന്നിരുന്നാലും ഇവരെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് ഫസ്മിനയുടെ വീഡിയോ ആണെന്ന് തന്നെ പറയണം. ഫസ്മിന പറഞ്ഞ പല കാര്യങ്ങളും ഇല്ലെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിട്ടത് കൊണ്ട് തന്നെയാണ് സഭ ഇതെല്ലാം തുറന്നു പറഞ്ഞത്. അതിനു മുമ്പിട്ട് സഭയും ലല്ലുവുമായിട്ട് കണ്ടില്ല എന്ന തരത്തിലായിരുന്നു പറഞ്ഞു നടന്നിരുന്നത്. പക്ഷെ അവർ കാണാറുണ്ട്, അന്ന് കാറിൽ കയറിയതിന് ശേഷം തൊട്ടപ്പുറത്ത് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഫസ്മിന തന്നെയാണ്. ഇവിടേക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് റിലേഷൻഷിപ്പിനൊക്കെ ഇത്രയും വിലയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതിൽ സഭയുടെ ബാപ്പയുടെ വോയിസും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവം? ഒരു കാര്യം ചെയ്യ്. ഹലോ, അവന്റെ പേരിലേ, അവന്റെ പേരിൽ മാത്രല്ല ഫസ്മിനാൻക്കും എതിരെ കൊടുക്കണ്ട്. ഈ പറയുന്ന ചെക്കൻ തൊപ്പിട്ട് കൂടുതലുള്ളതാണോ? തൊപ്പിയുടെ കൂടെയാ പിന്നെ? അല്ലല്ല അല്ലപ്പാ. പിന്നെ കാദർ അത് ഇട്ടിട്ട് കത്തിക്കാൻ നോക്കും. കാദർ കത്തിച്ചോട്ടെ, ഞാൻ കാദറിന്റെ കൂടെ തന്നെ, ഞാൻ കാദറിന് മെസ്സേജ് അയച്ചോണ്ട്. കാദർ പറഞ്ഞു നീ സത്യങ്ങളും കാര്യങ്ങളും എനിക്ക് പറഞ്ഞെങ്കിൽ നിന്റെ കൂടെ ഒന്ന് ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മേനുവിന് കാദറിന്റെ അടുത്ത് ഞാൻ മെസ്സേജ് അയക്കുന്ന പറയുമ്പോ നല്ല പൊളിയും. എനിക്ക് അതേ കൊടുക്കാനുള്ള വേറെ വഴിയില്ല. കാരണം ഞാനായിട്ട് വീഡിയോ ഇടൂല, മനസ്സിലായ? കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കണേന് ഒരു പ്രസക്തി ഇല്ല. ഇനി ഇതിന്റെ ഇടയിൽ കിടന്ന് ഇതാക്കാൻ നിക്കണ്ട. ഇനി ആ വൈഫിനെ ഇടങ്ങേറാക്കല്ല. ഞാനില്ല, ഞാൻ ഈ വിഷയത്തിലല്ലേ. ഞാനിപ്പോ ഈ കാര്യത്തിൽ സംസാരിക്കാനും ഇല്ല, പറയാനും ഇല്ല, ഞാൻ നിർത്തിയതാ. പക്ഷെ അവർക്കും കുറച്ച് ലെവല് തെറ്റിയാണ്. വെറും മൈരത്തിലല്ല കാട്ടുന്നത്, സ്വന്തം ഭാര്യനെ പറ്റി. ആയിക്കോട്ടെ, അതിപ്പോ കാദർ പറഞ്ഞിട്ടില്ലേ, റിഫ മരിച്ച സമയത്തല്ലേ ആ സ്റ്റോറി ഇട്ടത്. അതുപോലെ തന്നെ ഇതും ചെയ്തിട്ടുള്ളൂ. ചെയ്യട്ട്, കുഴപ്പമില്ല. അവന്റെ അടുത്ത് വേറെ എന്തൊക്കെ തെളിവുണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. എന്ത് ഒരു തെളിവുണ്ടാവില്ല, ഇടാൻ പറയും. ടീഷർട്ട് അതെന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, എന്റെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരാള് കൊണ്ടുപോയിട്ട് 7 ദിവസമായിട്ട് വണ്ടീന്റെ ഇത് തന്നില്ലാന്ന്. ഇത് അടക്കാൻ തന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി, വേറെ ആളെ ഏൽപ്പിക്കാൻ നിന്ന്. അപ്പൊ ആ പുള്ളി വന്നിട്ടാകുമ്പോ വണ്ടിയിൽ ലഗേജ് വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പുള്ളി എന്തായാലും കൊച്ചിയിലൊരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് റെന്റിന്. അപ്പൊ അത് കിട്ടണ വരെ എന്റെ ഫ്ലാറ്റിൽ ജസ്റ്റ് ബാഗ് വെച്ചു. അപ്പൊ ഇവന്റെ ഫ്രണ്ടാന്ന് ലല്ലു. അപ്പൊ ലല്ലുവിന്റെ കുറച്ച് കാര്യങ്ങൾ, ഇവന്റെ ആകെ ഒരു ടീഷർട്ടോ അങ്ങനെ എന്തോ ലല്ലുവിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പ്രൂഫും കുറച്ച് കാര്യങ്ങളും. ലല്ലു ആണ് ഈ ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ്. അതാണ് തൊപ്പീന്റെ ലൈനല്ലായിരുന്നു ഫസ്മിനാണ്. അതാണ് സംഭവം. അതാണ് ഇതിലുള്ള റോള്. അവര് ഡിവോഴ്സ് ഒക്കെ അവരിതായി ലീഗലി ഒന്നും ഉണ്ടായില്ല, നിക്കാഹ് കഴിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞ് അവരിപ്പോ ഒരു ബന്ധമില്ല. എന്നാ പോലും അവനെ വെറുതെ വിടുന്നില്ല. അതാണ് ഫസ്മിന ബൈനാസിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അതാണ് ഇന്നലെ രണ്ടെണ്ണം കൂടി എന്നെ ഭീഷണിയായിരുന്നു. ഇന്നലെ എന്തൊക്കെ സംഭവം ഉണ്ടായെന്നറിയോ? ഇവിടെ ഉണ്ടായ എന്നെ തിരൂര് വരുത്തിച്ചിട്ട് ഒന്ന് തിരൂര് വരുത്തിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്റെ കൂടെ ആരുമില്ല, കൊറേ നോണയൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലെ നോണയൊക്കെ പൊക്കി. എന്നിട്ട് നല്ല അടി കിട്ടി മേനുവിന് പോലീസുകാരന്റെ പറയുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാരണം മേനു എന്റെ അടുത്ത് മേനുവിന്റെ കൂട്ടുകാരന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒറ്റക്കാ വന്നെന്ന് എന്റെ അടുത്ത് പറഞ്ഞേ. അവിടെ എത്തിയപ്പോ മേനുവിന്റെ കൂട്ടുകാരനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മേനുവിന്റെ കൂട്ടുകാരന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാ ഉള്ളേന്ന് പറഞ്ഞു. വന്നപ്പോ പുറകെ കൂടെ പുള്ളി വന്നെന്നൊക്കെ പറഞ്ഞു. അപ്പോത്തിനും പുള്ളിനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോഴേക്ക് പുള്ളി പറഞ്ഞു വാപ്പ മരിച്ചല്ലോ, അവിടെ ആണ്ടാന്ന് പറഞ്ഞു. അപ്പോത്തിനും മേനു ചേട്ടാ നീ മരിച്ചെന്നല്ലേ പറഞ്ഞു. അപ്പോത്തിനും ഒരെണ്ണം കിട്ടി. അപ്പോത്തിനും എന്റെ അടുത്ത് പുറത്തേക്കാൻ പറഞ്ഞു. എന്നിട്ട് കൊടുത്ത് വടിയും കൊണ്ട് എന്തോ കൊടുത്ത് തലക്കിട്ടൊക്കെ കൊടുക്കണ്ടായി പോലീസുകാരന്മാര്.
നോണ എന്നെ പറഞ്ഞോണ്ടിരിക്കണ്ടായി കൊറേ. എന്നിട്ട് ലല്ലുവിന്റെ അവന്റെ ബാഗ് ഉണ്ട്, അവന്റെ ബാഗിൽ ഇപ്പൊ മാനുവിന്റെ സാധനങ്ങൾ മൊത്തം ഇട്ടേക്കെ. ആ ബാഗ് നമ്മുടെ എന്ന് പറഞ്ഞപ്പോ അവരറിയാ എന്റെ ബാഗാന്ന് മാനു. നാണുണ്ടോ? എന്നിട്ട് ലല്ലുവിന്റെ ഇതിലെ ATM കാർഡ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ATM കാർഡ് ഒരു സ്വൈപ്പ് ചെയ്ത് നോക്കി പൈസ എടുക്കാൻ. അമ്മാതിരി പണിയൊക്കെ ചെയ്ത് ഇന്നലെ. എന്നിട്ട് ഭയങ്കര ഇന്നലെ ഞാൻ അങ്ങോട്ട് അവിടെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും എന്റെ ഡ്രൈവർ അവനെ കേറിയിട്ട് മുറുക്കെ പിടിച്ചിട്ട് രണ്ടെണ്ണം കൂടി പോയി. മാനു അപ്പോത്തിന് എന്നെ വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ എന്റെ ഫോൺ പിടിച്ചിട്ട് പോയി ചാലു. എന്റെ ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഫോൺ താന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സീൻ. അപ്പോത്തിന് ലല്ലു അവിടെ നിന്ന് വന്നു. ലല്ലുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മാനു ഇത് സംസാരിക്കാൻ പറഞ്ഞിട്ട്. ലല്ലു മലപ്പുറത്തുണ്ടായി. അപ്പൊ ലല്ലുവും വന്ന് അപ്പോത്തിന് കുറച്ച് ഇടിയും വലിയൊക്കെ ആയി. ലല്ലുവിന്റെ തലക്കിട്ട് അവൻ മറ്റവൻ എന്തോ വെച്ച് കൊടുത്ത് കൈയൊക്കെ മുറിഞ്ഞ് ലല്ലുവിന്റെ. ലല്ലു അപ്പോത്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങൾ അപ്പോത്തിന് സ്റ്റേഷനിലേക്ക് പോയി. എന്നിട്ട് അപ്പോത്തിന് മാനു അവിടെ കിടന്ന് പറഞ്ഞത് എന്റെ ഫോണാന്ന് പറഞ്ഞോണ്ടിരുന്നു അവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഫോൺ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു നീ എങ്കിൽ ലോക്ക് തുറക്കടാന്ന് പറഞ്ഞു. അപ്പൊ ലോക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ഫോണല്ലേ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ആലുവ സൈബറിൽ എല്ലാ ലിങ്കും സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം സ്റ്റോറിയിൽ ഇനി യൂട്യൂബിൽ വീഡിയോ ഇടുന്നല്ലേ പറഞ്ഞേ. യൂട്യൂബിൽ വീഡിയോ വന്നതിന് മുന്നേ ഞാൻ അതിന് വേണ്ടിട്ട് ഞാനിപ്പോ ആലുവയിലേക്ക് എത്താൻ നോക്കണേ. അപ്പൊ ഇവിടെ പെട്രോൾ പമ്പിൽ കയറിയൊക്കെ. വല്ലാത്ത അവസ്ഥയല്ല മക്കളെ നിങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഞാനെല്ലാം അറിയിക്കണേ. ഞാൻ മര്യാദക്ക് ആദ്യം കൂളായിട്ട് എല്ലാത്തിനും നിന്നത്. ഞാൻ മൈനോട് പറഞ്ഞതാ മൈന ഇനിയിപ്പോ അടങ്ങൂല. ഇനിയിപ്പോ അവർ രണ്ടാളും ഇതാക്കും. ഫസ്മിനെ വിടും ഇവനും ഇടും. ഫസ്റ്റിനെ വേറെ വഴിക്കിടും, വേറെ വഴിക്കിടും. പക്ഷെ ഇതിന്റെ ഇടയിൽ റീച്ച് ഉണ്ടാവുന്നത് കാതൽ കരിപ്പൊടിക്കും. അത് ശരിയാ. അവന്റെ ഒരു തെറ്റ് ശരി വെക്കുന്ന രീതിയിലുള്ള വർത്താനായോക്കെ കാതർ എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്, അവൻ ചെയ്യണമെന്ന് മൊത്തം നോണേന്നൊക്കെ നീ പറഞ്ഞപ്പോ നീ എന്നെ കുറ്റക്കാരനാക്കില്ല എന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് ഇതാക്കി. എന്നിട്ട് പറഞ്ഞ നീ എന്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറഞ്ഞെങ്കിൽ ഞാൻ നിനക്ക് കൂടെ നിന്നോണ്ട് ഞാൻ നിനക്ക് വീഡിയോ ഇട്ടുതരാം അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അനിയത്തിമാര് പറഞ്ഞു നീ വേഗം കാതറോടെ കൂടിക്കോന്ന് പറഞ്ഞു. കൂടിക്കോളാൻ കാരണം എന്താന്ന് വെച്ചെങ്കിൽ മാനൂന് കാതറിനൊട്ടും ഇഷ്ടമല്ലല്ലോ. അതാണ്. ഞാന് എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറയാട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഇല്ല പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം വലിക്കുന്ന ഒരു പൈതലുണ്ട് എന്നുള്ള കാര്യം രണ്ടാളും മറക്കണ്ട. അതറിയാ. അല്ല ഇത്രയും നാളും കുട്ടീനെ കാണാനിട്ട് ഇന്നലെ ഫോൺ മേടിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അപ്പൊ ആ കുട്ടീനെ കാണണമല്ലോ. തിരൂർക്ക് മുടി കളയുന്നത്. ഞാൻ ഇന്നലെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു തൃശ്ശൂരിന് ഞാൻ വന്നിട്ടാവുമ്പോ മേനു കാസർഗോഡ് പോണേ. അതിനിടക്ക് മേനു എന്നെ കാണണം. പക്ഷെ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂരാ ഉള്ളത്. അല്ല ഞാൻ ശരിക്കും മലപ്പുറം ഉണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂരുണ്ടാന്ന് പറഞ്ഞ. എന്നിട്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ഒറ്റക്കാന്ന് മറ്റേന്ന് പറഞ്ഞു. ഭയങ്കര സെന്റിപ്പാ അറിയാലോ. അവിടെ ഓൻക്ക് പ്രാന്താട്ടോ. ഇത് ഞാൻ ചിലടത്ത് കാര്യം മറ്റേ സുലു എന്ന് പറഞ്ഞ ചെക്കനില്ലേ, ആ ചെക്കൻ എനിക്കെതിരെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എന്നെ കുറ്റം പറഞ്ഞ് കുറച്ച് തെറി പോലൊക്കെ പറഞ്ഞ് നല്ല പൈതലുണ്ടായിട്ട് അവള് മറ്റു മറിച്ച് എന്തെങ്കിലോ പറഞ്ഞിട്ട് ഒരു വീഡിയോ എനിക്ക് വൺസായിട്ട് അയച്ചു തന്നെ. കുറച്ച് ഭാഗവും എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അതപ്പോ ഞാൻ ആ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇമാതിരി പണി കാണിച്ചെങ്കിൽ നിന്റെ ഓൾ എന്റെ ഫ്ലാറ്റിൽ വന്നതിന്റെ ഇതൊക്കെ ഉണ്ട്, പിന്നെ ഞാനില്ലാത്ത സമയത്ത് മേനോട് കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് എനിക്കും അറിയാം കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്റെ അടുത്ത് പറയാ നിന്റെ ഇതറിയാ, നീ മുന്നേ നിന്നെ കെട്ടിച്ചത് കളമശ്ശേരി അല്ലേ, അവിടെ തൊട്ടുള്ള സ്റ്റോറി എനിക്കറിയാം ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വോയിസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് വെച്ചോളൂ, ഇടണോ വേണ്ടേന്ന് രാവിലെ തൊട്ട് ആലോചിക്കുകയാണ്, ഇനി ഞാൻ ഇടും എന്നൊക്കെ. ഞാൻ പറയാ നീ ഇട്ടോ കുഴപ്പമില്ല. അപ്പൊ അവൻ പറഞ്ഞു നീ ഇപ്പൊ സൈബറിൽ കേസ് കൊടുത്താൽ എന്നെ ജയിലിലാക്കിയാൽ പോലും എനിക്ക് വിഷയമില്ല, അങ്ങനെയൊക്കെ ഒരു ടോക്ക്. ഇതെന്താ സംഭവം? എന്നിട്ട് കരിപ്പൊടീനെ അതിന്റെ ഇടയിൽ ലാസ്റ്റ് എന്തോ പറയണ്ട്, ഏത് മൈദപ്പൊടി ഇതൊക്കെ വിചാരിച്ചാലൊന്നും നടക്കൂലെന്നൊക്കെ. അവനിക്ക് എന്താ കരിപ്പൊടി കാതറിനോട് ഇത്രത്? കാതറിന് കരിപ്പൊടിനോടുള്ള ദേഷ്യമൊന്നുമില്ല, അവന് കളവ് പറയുന്നവർക്ക് ദേഷ്യമുള്ളൂ. അവന്
സത്യം പറഞ്ഞാൽ ഇന്റെ വിഷയത്തിൽ മാത്രം അവൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അല്ല കാദറിനോട് അവനിക്ക് എന്താ ഇത്ര ഇതൊന്ന് ആ ചെക്കന് ആ ചെക്കന് മേനാസിന്റെ വിഷയത്തിലുണ്ടോന്നല്ല, അവനക്ക് ഓൾറെഡി പ്രശ്നം ഉണ്ടോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവൻ പറയും നീ എന്നെ പറ്റി അന്വേഷിച്ചു നോക്ക്, എന്നെ വെടിമറയിൽ അന്വേഷിക്ക്, എന്നെ കൊല്ലത്ത് അന്വേഷിക്ക്, അപ്പൊ നിനക്ക് അറിയാൻ പറ്റും ഞാൻ ആരാന്നൊക്കെ എന്റെ അടുത്ത്. ഞാൻ എന്തിനാ അന്വേഷിക്കേണ്ട കാര്യം? അന്വേഷിച്ച് കെട്ടാൻ പോണാക്കണേ. അറിയില്ല. എന്നിട്ട് പറയാം ഞാനും എന്റെ ഓളം പൊന്നു ഇതിന്റെ ഇടയിലേ എന്റെ മനസ്സിലായി എന്റെ പൊന്നു വെച്ചാലേ. അല്ല ഞാൻ ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് നല്ലതേ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സിലായി. ഞാൻ അന്ന് അയച്ചെന്ന ഫോട്ടോ വൺസായിട്ടാണോ അയച്ചെന്നേ? വൺസായിട്ട് അയച്ചാണ്. കൈന്റെ എന്റെ ഫോൺ മറ്റേത് ഇതായില്ലേ വൺ സൈഡ് അയച്ചാണ്. അപ്പൊ എനിക്ക് പെർമനന്റ് ആയിട്ട് അയച്ചാൽ അതിൽ എന്തായാലും കിടക്കും. പിന്നെ എന്റെ ശരീരത്തിന് പാകല ചിലപ്പോ വേറെ വൃത്തിയോട് തോന്നുന്നുണ്ടാന്ന് വൃത്തി തോന്നണ്ട. അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് സംശയം സംശയമല്ല, പേടിയാണ് അവസ്ഥ. കാതറിന്റെ അവസ്ഥ, കാതർ ചെയ്യുന്ന അവസ്ഥ അറിയാം. എന്റെ അവസ്ഥ എനിക്കറിയാലോ. അപ്പൊ അതുകൊണ്ടാണ്. ആ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വേറെ കുറെ ഫോട്ടോസ് ഉണ്ട് മുന്നേ എടുത്തത്, പക്ഷെ ഈ ഒരു ഫോട്ടോ നല്ലൊരു ഇതായിരുന്നു. കുറവുണ്ട്. അത് ഇന്നലെ എനിക്ക് അവിടുന്ന് കിട്ടിയപ്പോഴേ ഞാൻ ഓർത്ത് 2 അടി കിട്ടിയാലും വിഷയമൊന്നുമില്ല. രണ്ടടിന്റെ കുറവുണ്ട്. അന്ന് ഞാൻ അവൻ എനിക്ക് അയച്ച മെസ്സേജിന്റെ കാര്യം കണ്ടപ്പോ തന്നെ ഞാൻ 2 അടിന്റെ കുറവുണ്ട് ഞാൻ പറഞ്ഞതാ. അന്ന് ഞാനോട് പറഞ്ഞു അവർക്ക് 2 അടിന്റെ കുറവുണ്ട്. അത് കൊടുക്കാൻ ആളില്ലാണ്ടാ. അവനിപ്പോഴും ബോധം വന്നിട്ടില്ല. അവനൊക്കെ വിചാരം എന്താ, സോഷ്യൽ മീഡിയ ആണ് ജീവിതം മൈൻഡാണ് അവനക്കൊക്കെ. ആ പൈതല് ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം വലിക്കും. ഞാൻ അസാന്റെ അതേ അവസ്ഥയാണ് ആ പൈതലിനും വരാൻ പോകുന്നത്. പിന്നെ ഹലോ, ആദ്യം എന്താ ചെയ്യേണ്ടതറിയാം? പരാതി കൊടുക്കുന്ന സമയത്തേ പരാതി കൊടുക്കുന്ന സമയത്ത് അവന് ഇങ്ങനെ ഫസ്മിന ഈ ഫസ്മിനായിട്ടുള്ള റീസൺ, കാരണം ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണ് എന്റെ വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അത് പറ്റില്ല, അത് ഓൾറെഡി ആള് വേറെ ആണ്. അത് അങ്ങനെ പറഞ്ഞതാക്കണ്ട. ആള് വേറെ ആളെ? അത് വേറെ ആളാ. ആര് ഫസ്മിനെ? അല്ലാന്ന് വണ്ടി ഓടിക്കേണ്ട വേറെ ആളാ. വേറെ ആളാ? അപ്പൊ ഈ ലല്ലു ആരാ? അത് ഫ്രണ്ടാന്ന് ഓന്റെ ഫ്രണ്ടാ? ഓ, അങ്ങനെ പറയാനില്ല. വെറുതെ വിടൂല. ഇല്ല ഞാൻ കേസ് കൊടുക്കാൻ പോണ എന്തായാലും. ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് സൈബറിലാ കൊടുക്കാനുള്ള. കാരണം വീഡിയോസ് യൂട്യൂബിൽ വന്നോണ്ടുണ്ട്. ഇപ്പൊ 2 ആൾക്കാരിട്ട്, ഒന്ന് കാതർ കരിപ്പൊടിയും ഇട്ട് മാനു ഇടൂന്നല്ലേ പറഞ്ഞേ, അല്ലാതെ വേറൊരാളും ഇട്ടിട്ടുണ്ട്. മാനോട് സ്റ്റോറി എടുത്തിട്ടാണ് ഇടണേ. വേറെ മലബാർ മീഡിയയോ അല്ലേ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ മിസ്റ്റർ മലയാളി. അതിട്ടുണ്ട്. അതാരെ? ഇനിയിപ്പൊ എനിക്ക് എന്റെ വിഷയം ഇടാൻ തോന്നുന്നത്, എനിക്ക് തോന്നുന്നു സായി ഇടും, കായ്സ് ഇടും. കായ്സ് ഒന്നും അറിഞ്ഞില്ല എന്തോ. കായ്സൊക്കെ എന്തൊക്കെ സായി ഇടാൻ ചാൻസ് ഉണ്ട്. മാനുവിന്റെ ശത്രുവാണ്, പക്ഷെ എന്താ അറിയില്ല, നോക്കാം നമുക്ക്. അല്ല, സായി ഇടും സംശയം കുറവാ. കാരണം എന്താ വെച്ചാല് സായി അല്ലെങ്കിൽ ഓരോ പള്ളിയെ കുറിച്ച് തലമ കയറിക്കും. സായിന്റെ ഉറപ്പ് പറയണ്ട. ഇവന്റെ കാര്യത്തില് കാദർ ഇനി ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യും. കാദർ എന്റെ അടുത്ത് പറഞ്ഞു ഓൾറെഡി ഒരു വീഡിയോ കൂടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരെണ്ണം നിന്റെ സൈഡ് പിടിച്ചിട്ട് ഞാൻ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അന്നം പണിയടിക്കുന്നതാണ്. നോക്കാം. ഇവിടുന്ന് വഴി എനിക്കറിയാം. അതെ, അത് അന്ന പണിയടിക്കുന്നതാണ്. പക്ഷെ അതല്ല അവിടെ പ്രശ്നം വരാൻ. നോക്കാം, എന്തേലും ആയിക്കോട്ടെ. ഇപ്പൊ എന്ത് കേസാ? സൈബർ കേസ് കൊടുത്ത നടപടിക്ക് പഴയപടി. സൈബർ കേസ് അല്ല മെയിൻ ആയിട്ട്. പക്ഷെ അത് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറയിപ്പിക്കും. കാരണം അത് വീഡിയോ ഇട്ടോണ്ടിരുന്ന ശരിയാവൂല. ക്രിമിനൽ കേസ് കൊടുത്തതാ? എല്ലാം കൊടുക്കാം. പിന്നെ
അവിടെ മേനാസിന്റെ അവസ്ഥ എനിക്കറിയാലോ. മേനാസ് തല വെച്ച് കഴിഞ്ഞാൽ പലതും വീഡിയോസും പലതും പോസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ട് എനിക്കെതിരെ തെളിവില്ല എന്ന് അവിടെ മനസ്സിലായതിന് ശേഷം മാത്രം മതി വീഡിയോ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം എന്താ, അവൻ വലിച്ചു കീറിക്കാളും മേനാസ്. ഇപ്പനെ വലിച്ചു കീറിയിരുന്നല്ലോ ഒന്ന്. അവന്റെ ഭാഗം വെളുപ്പിക്കാൻ അവന് പലതും ചെയ്താൽ കൂട്ടോ. എന്തായാലും സേഫ് ആയിട്ട് പോയിട്ട് പോയോ കേട്ടാ. അല്ലെങ്കിൽ ട്രെയിനിലാണ് ഒറ്റക്ക? ഇല്ല, കാറിൽ തന്നെയാ. കാർ ആരാ ഓടിക്കുന്നേ? ഓനുണ്ട്. ആര്, ലല്ലുവോ? അല്ല, ഞാൻ പറഞ്ഞ പയ്യൻ. എന്തൊക്കെയാണ് എന്റെ പൊന്നു മോളെ, ഇത്രയും ലോങ് ഇത്രയും ദൂരം അവന്റെ കൂടെ ഒറ്റയ്ക്ക് പോയി വന്നോ? അതൊന്നും വിഷയല്ലപ്പാ. ശരി, ഇൻഷാ അല്ലാ. എന്തായാലും നോക്കിയിട്ട് വിളിക്കട്ടാ. എന്തായാലും ഈ സീരീസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇനി സഭയും ലല്ലുവുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന തരത്തിൽ വീഡിയോ വരുമോ എന്ന് അറിയത്തില്ല. ഇതിൽ സഭ പറയുന്നത് സഭ ഒളിച്ചോടിയിട്ടില്ല, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്ത കഥകളാണ്, അത് മെഗനാസ് ഉണ്ടാക്കിയെടുത്ത കഥകളാണ്, അത് ഫസ്മിനെ അറിയിപ്പിച്ച് ഫസ്മിനെ എരികേറ്റി ഇങ്ങനൊരു വീഡിയോ ചെയ്യിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.